ഗോപിയുടെ കാര്യമാണോ? അവന്റെ ഒരു കാര്യം പോലും എന്റെ അടുത്ത് സംസാരിക്കരുത്. ആ പെങ്കോന്തൻ. ഓക്കെ 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 ഓക്കെ. എന്താ പണിക്കരേട്ടാ? നമ്മുടെ അടുത്ത വീട്ടിലെ ഗോപിയുടെ കാര്യം പറഞ്ഞത്. എന്തായിരിക്കും കുഴപ്പം? ആ പെങ്കോന്തനില്ലേ, എവിടെ പെണ്ണുങ്ങളുണ്ടാവും അവിടെ വാ നോക്കിയാണ് അവന്റെ പരിപാടി. അതെങ്ങനെ പണിക്കരേട്ടൻ അറിയാം? ഇന്നലെ രാവിലെ 9 മണിക്ക് അവൻ ആ വിമൻസ് കോളേജിന് മുമ്പിൽ പെമ്പിളാരിങ്ങനെ വാ നോക്കിക്കൊണ്ടിരിക്കുക. വൈകുന്നേരം നോക്കുമ്പോ നമ്മുടെ ലേഡീസ് ഹോസ്റ്റലില്ലേ, അവിടെ പിള്ളേരെ വാ നോക്കണ്. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണെങ്കിൽ നമ്മുടെ ഗേൾസ് ഹൈസ്കൂളിന്റെ വാതിൽ നിൽക്കുന്നത്. എവിടെ പെണ്ണുങ്ങളുണ്ടോ അവിടെ പോയി വാ നോക്കലാണ് അവന്റെ പരിപാടി. എന്നെ പിടിച്ചത് പണിക്കരേട്ടൻ ഇത്ര ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനല്ലേ വാ നോക്കിയത്, ആ ഗോപിയുടെ കാര്യമോ പറയുന്നത്. നിങ്ങളൊക്കെ അവിടെ പോയി വായി നോക്കിട്ടല്ലേ നിങ്ങൾ ആ ഗോപിയെ കണ്ടത്? നമസ്കാരം പണിക്കരേട്ടാ. നമസ്കാരം നമസ്കാരം. വയലൻസ് മൊബൈലിൽ നിന്ന് വരികയാണ്. ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാനന്ന് പറഞ്ഞില്ലേ മൊബൈൽ ഫോണിന്റെ. നമുക്ക് എടുക്കണോ കമല് മൊബൈൽ ഫോൺ? എന്റെ പണിക്കരേട്ടാ ഇങ്ങനെ ചോദിക്കരുതേ. ക്ലബിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, നമുക്ക് ഒരെണ്ണം വേണം. മാത്രല്ല ഇപ്പൊ ഞാൻ ക്ലബിൽ പോയി വരാൻ ലേറ്റ് ആയി, ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് എത്തിയില്ല. അപ്പൊ പണിക്കരേട്ടനെ വിളിച്ചു ചോദിക്കും കമലോ എവിടെയുണ്ട് എവിടെയുണ്ട്. അത് മാത്രമാണ്, പണിക്കരേട്ടന് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ചേച്ചിയെ വിളിക്കാം, ചേച്ചി വെറുതെ ഇരിക്കുമ്പോൾ പണിക്കരേട്ടനെ വിളിക്കാം, പണിക്കരേട്ടനെ വെറുതെ ഇരിക്കുമ്പോൾ ചേച്ചിയുടെ അമ്മേനെ വിളിക്കാം, ചേച്ചി വെറുതെ ഇരിക്കുമ്പോൾ പണിക്കരേട്ടന്റെ അമ്മേനെ വിളിക്കാം. മൊബൈൽ ഫോൺ ഇല്ലാതെ തന്നെ അപ്പനും അമ്മക്കും വിളിക്കുന്നുണ്ട്. അല്ല അത് മാത്രമല്ല, ഇവിടെ വേറൊരു ഗുണവും കൂടിയുണ്ട്. ഇപ്പൊ ലോക്കൽ കോളിന് വെറും 50 പൈസ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നാളെ കടയിലേക്ക് വന്നേക്ക്, ഞാൻ ചെക്ക് തന്നേക്കാം. അപ്പൊ ഫോണൊക്കെ കിട്ടും. ഫോൺ 3 ദിവസം കഴിഞ്ഞ് ഉടൻ തരാം. ഓക്കെ. നമസ്കാരം പണിക്കരേട്ടാ. പേടിപ്പിച്ച് കളഞ്ഞില്ല മനുഷ്യന്. അതെ, ഞാനിപ്പോ വന്ന വേറൊന്നുമല്ല, പുതിയൊരു താരിഫ് വന്നിട്ടുണ്ട്. അതായത് ലോക്കൽ കോളിന് 60 പൈസ. അപ്പൊ 50 പൈസ എന്ന് പറഞ്ഞില്ലേ ടെലിഫോണിൽ ചേർത്തത് നമ്മളെ. അത് STD കോളിന് കാശ് പറഞ്ഞല്ലോ. അങ്ങനെ പറയുന്നത്, നിങ്ങൾ STD വിളിക്കണം. ഒരുപാട് കാശൊന്നും വരില്ല, ഇൻകമിംഗ് കോൾ ഫ്രീ ആണല്ലോ. നേരം വേണമെങ്കിലും വിളിക്കാം. അപ്പൊ ആരെ വേണമെങ്കിലും അങ്ങോട്ട് വിളിക്കാം, കാശാവൂല, ഇൻകമിംഗ് ഫ്രീയാ. അത് മാത്രമല്ല, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും വിളിക്കാം, 5 പൈസ കൊടുക്കണ്ട. മാസം ഒരു ബില്ല് വരും, അപ്പൊ കാശ് കൊടുത്താൽ ഫോണൊക്കെ നമുക്ക് തരാന്നേ. എന്നത്തേക്ക് കിട്ടുമെന്ന് തരാം, 2 ദിവസം കഴിയട്ടെ. അപ്പൊ പുതിയ താരിഫുമായിട്ട് 2 ദിവസം കഴിയുമ്പോ. ഓക്കെ. നമസ്കാരം പണിക്കരേട്ടാ. അതെ, ഞാൻ അത് പറയാൻ വേണ്ടി വന്നത്. ഇപ്പൊ ഒരു പുതിയ താരിഫ് വന്നിരിക്കുന്നു. അതെ, ലോക്കൽ കോളിന് വെറും 75 പൈസ. ആദ്യം താൻ 50 പൈസ എന്ന് പറഞ്ഞു, പിറ്റേ ദിവസം താൻ 60 പൈസ എന്ന് പറഞ്ഞു, ഇപ്പൊ 75 പൈസയാ. അതെ, അല്ല അതിന് വേറെ ഗുണം കൂടെ ഉണ്ട്. ISD SMS ഒക്കെ ഇപ്പൊ വളരെ കുറവാണ്. നിങ്ങൾക്ക് ISD ആരെങ്കിലും വിളിക്കാം. ഇപ്പൊ ചേച്ചിയുടെ ന്യൂയോർക്കിലുള്ള ആരെങ്കിലും വിളിക്കാം, ചേട്ടന് ആഫ്രിക്കയിലുള്ള ചേട്ടന്റെ സ്വന്തക്കാരെ വിളിക്കാം. എന്റെ വകയിലൊരു അനിയൻ അമേരിക്കക്ക് 2 മാസം കഴിഞ്ഞ് പോകുന്നുണ്ട്, അപ്പൊ അവനെ വിളിക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് വിളിക്കാമല്ലോ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ, ഫോണൊക്കെ കിട്ടും. ഫോണ് 2 ദിവസം കഴിഞ്ഞ് തരാം. പറ്റിക്കരുത് കേട്ടോ. ഇല്ല. ഓക്കെ. പണിക്കരേട്ടാ. ഫോൺ കൊണ്ടുവന്നോ? ഫോൺ കൊണ്ടുവരാ. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ താരിഫ് വീണ്ടും മാറ്റിയിരിക്കുന്നു. ആണോ? എന്നാ ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ താരിഫ് ഇറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ താരിഫ് ഇറക്കിയ പറഞ്ഞു കൊടുക്കും പണിക്കരേട്ടാ. എന്തിനാ തല്ലിയെന്നാ? നിങ്ങളൊരു മൊബൈൽ ഫോൺ പുറത്തിറക്കുകയും ചെയ്യും, നിങ്ങളൊരു താരിഫ് തരും, ഞങ്ങളൊരു കണക്ഷൻ എടുക്കും. ഓരോ മാസം കൂടുമ്പോ നിങ്ങൾ പുതിയ താരിഫ് ഇറക്കിയിട്ട് ആ താരിഫ് പ്രകാരം ഞങ്ങൾ ഫോൺ ചെയ്യണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണോ?